ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കോമൺ ആയിട്ട് NSPയുടെ സൈറ്റിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യണ രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണേ. ഫസ്റ്റത്തെ കാര്യം, മെറിറ്റ് ലിസ്റ്റിൽ നെയിം ഉണ്ടായിട്ടും യെസ് എന്ന് എഴുതി കാണിച്ചിട്ടും മണി ക്രെഡിറ്റ് ആവണില്ല എന്നാണ് പറയണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് സീഡ് ചെയ്തിട്ടുണ്ടാവില്ല ബാങ്ക് അക്കൗണ്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടും ചെയ്യാണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മണി ക്രെഡിറ്റ് ആവില്ല. രണ്ടാമത്തെ ഡൗട്ട് കോമൺ ആയിട്ട് ചോദിച്ചേക്കണേ, റിന്യൂവലിന് ഓപ്ഷൻ വന്ന് കിടക്കണില്ല എന്നാണ്. അതിനും എനിക്ക് സെയിം തന്നെയാണ് പറയാനുള്ളത്. ഫേസ് ഒതൻറ്റിക്കേഷനും OTR NSP OTR ആപ്പ് വെച്ചിട്ട് OTR ജനറേറ്റ് ചെയ്ത് ആരും ലോഗിൻ ചെയ്യാത്തവർക്ക് റിന്യൂവൽ വരില്ല എന്നാണ് തോന്നണേ. കാരണം കുറേ പേർക്ക് റിന്യൂവലിൻ്റെ ഓപ്ഷൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല സൈറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ റിന്യൂവൽ കറക്റ്റ് ടൈമിൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ക്യാൻസലായി പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും സീഡഡ് ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അതൊരിക്കലും പോകരുത്. നിങ്ങൾ സീഡ് ചെയ്തതൊക്കെ ആയിട്ടുള്ള സെയിം ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, മാറരുതത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിന്യൂവലിനുള്ള ഓപ്ഷൻ വരും. OTR ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്യാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേഗാതെ ഇടുന്നതാണ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. NSPയുടെ സൈറ്റിൽ കുറേ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ പരമാവധി ഏത് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തതെന്നുള്ള രീതിയിലും കൂടി പറയുക. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലും ചോദിക്കാവുന്നതാണ്.